അവതരിപ്പിക്കുന്നു പെപ്സോണം പൊന്നോണം ഓഫർ. പെപ്സ് ദി ഡ്രീം മേക്കേഴ്സ്. നോട്ടിനസ് ആർക്കാണ്? ഞാൻ കുറച്ച് നാട്ടിയാണ്. ഏറ്റവും നല്ല വായി നോക്കി ആരാണ്? നല്ലപോലെ വായി നോക്കിട്ട് ഇങ്ങനെ നൈസായിട്ട് തന്നെ നോക്കും, ഞാൻ കാണുന്നുണ്ടോന്ന്. അപ്പൊ കാവ്യ കണ്ടു എന്ന് പറയുമ്പോ എന്താ സിറ്റുവേഷൻ? ഏറ്റവും അധികം കുരുട്ട് ബുദ്ധിയുള്ളത് ആർക്കാണ്? ഞാൻ എന്ത് ചെയ്താലും അവള് പിടിക്കും. ബേബി. ഉറക്കത്തിൽ കൂർക്ക വലിക്കുന്നത് ആരാണ്? അല്ല, ഒരു വട്ടം ഉറക്കത്തിൽ ഇന്നിങ്ങനെ തല്ലിയുണ്ട്. അത് ഉറക്കത്തിലല്ല. തല്ല് അത് എനിക്ക് തന്നെ ഒരു ഇതുണ്ട്. ഞാൻ പേടിച്ചു പോയി. ഞാൻ ശരിക്കും കൈ മടക്കിയിട്ടു. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ബിഹൈൻഡ് റുട്ട്സിന്റെ ഒരു കോമ്പാറ്റബിലിറ്റി ടെസ്റ്റിലേക്കാണ് വന്നിരിക്കുന്നത്. കോമ്പാറ്റബിലിറ്റി ഇല്ലേ നിങ്ങൾക്ക്? അതായത് മനപ്പൊരുത്തം. മലയാളത്തിൽ പറ. സോ ഈ ഒരു PP ആണ്. എങ്ങനെ പെട്ടെന്നില്ല. ഓക്കെ, സോ ഇത് ഞാൻ ചോദ്യം ചോദിക്കും. അത് ആർക്കാണോ ഉത്തരം വേണ്ട അവർ ആദ്യം PP ചെയ്യണേ. ഓക്കെ, സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. പെട്ടെന്ന് സ്നേഹം വരുന്നത് ആർക്കാണ്? എനിക്കാണ്. ബെസ്റ്റ് ആയിട്ടുണ്ട്. പെട്ടെന്ന് നമുക്ക് സ്നേഹം വരില്ല. പെട്ടെന്ന് ക്യൂട്ട് അഗ്രഷൻ ഒക്കെ പോലെ അങ്ങനെ ഒന്നും ആർക്കും വരില്ലേ? ഞങ്ങൾ ഇത്തിരി പക്വതയുള്ള കപ്പിൾസ്. ഓക്കെ ഓക്കെ, അടുത്തത്. നിങ്ങൾക്കിടയിലെ വഴക്കാളി ആരാണ്? അതിന് നല്ല സൗണ്ട് ഉണ്ടായിരുന്നു. എന്തിനാ വഴക്കുണ്ടാക്കണേ മെയിനായിട്ട്? നേരത്തെ പറഞ്ഞില്ലേ കമന്റ് ഇടണേത്? അല്ല, അല്ലാണ്ട് തന്നെ വെറുതെ ഓരോ പറഞ്ഞിട്ട് വരും. ഏറ്റവും കൂടുതൽ ഡിവിൻ ഒന്നിന് വഴക്കുണ്ടാക്കാറില്ലേ? ഡിവിന് വഴക്കുണ്ടാക്കാൻ ഞാൻ അങ്ങനെ അവസരം കൊടുക്കലില്ലല്ലോ. നല്ലവളായി പോയല്ലോ ദൈവമേ. ഓക്കെ, അടുത്തത്. നിങ്ങൾക്കിടയിലെ ഏറ്റവും മോശം കുക്ക് ആരാണ്? കമ്പാരിറ്റീവ്ലി. ഓക്കെ, ഇത്രയും നല്ല കുക്ക് ചെയ്യുന്ന ഒരു ഭർത്താവിനെ കിട്ടിയിട്ട്. അല്ല, ഹസ്ബൻഡ് കുക്കാണല്ലോ, പിന്നെ ഞാൻ കുക്ക് ചെയ്യണ്ടല്ലോ. ഏറ്റവും എന്തെങ്കിലും വെച്ച് തന്നിട്ടുണ്ടോ കാവ്യ? ചായ പോലും ഇതുവരെ ഉണ്ടാക്കി തന്നിട്ടില്ല. ഞാൻ ഉണ്ടാക്കി തന്നിട്ടുണ്ടാവല്ലോ ചായയൊക്കെ? ഇല്ല. വീട്ടില് മുമ്പ് വന്നപ്പോ ഇല്ല, ചായ ടൈമില്ല. പക്ഷെ എനിക്ക് ഇവള് ഒന്നും ഉണ്ടാക്കി തന്നിട്ടില്ല. അപ്പൊ ഈ നമ്മൾ കണ്ടിട്ട് കപ്പിൾസ് കല്യാണം രാത്രി നേരത്തെ ഇങ്ങനെ മാഗി ഉണ്ടാക്കുക അങ്ങനെയൊക്കെ, അങ്ങനെയൊന്നുമില്ല നിങ്ങള്? അതിന് വീട്ടിലിരിക്കാൻ സമയം കിട്ടിയിട്ടില്ല, ഓട്ടത്തിലായിരുന്നു. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇവളൊന്നും ഉണ്ടാക്കില്ല. ഇവൾക്കൊന്നും അറിയില്ല, ഒന്നും അറിയില്ല. അടുത്തത്. നിങ്ങൾക്കിടയിലെ പൈങ്കിളി ആരാണ്? വയറ് പൈങ്കിളിയാണോ? പൈങ്കിളിയിലോ കുറച്ചൊക്കെ. ഓനല്ല, നല്ല വിഷമമുണ്ടല്ലേ? ഇതുകൊണ്ടൊന്ന് കൊട്ടു കൊടുത്തേക്കട തലക്ക്. കൊടുക്ക് കുഴപ്പമില്ല. ഓക്കെ, അടുത്തത്. കുളിക്കാൻ മടിയുള്ള ആളാരാണ്? എല്ലാം ഇപ്പൊ കുളിക്കാൻ തല നനയ്ക്കാൻ ചിലപ്പോ 2-3 ദിവസമൊക്കെ. തല നനയ്ക്കാൻ, മേലെ കഴുകാൻ വരാൻ മടി. മേലെ കഴുകാൻ ഇങ്ങനെ ആയിപ്പോയി. കുളിക്കൂലേ? കുളിക്കും. പുറത്ത് പോവാൻ ഇപ്പൊ വീട്ടിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ കുളിക്കില്ല. പക്ഷെ എത്ര ദിവസം വീട്ടിലിരിക്കുകയാണെങ്കിൽ കുളിക്കില്ല? ഇല്ല, ഒരു 3 ദിവസമൊക്കെ മാക്സിമം. വീട്ടിൽ തന്നെ ഒരു 3 ദിവസമൊക്കെ കുളിക്കാണ്ടിരിക്കും. ഏറ്റവും അധികം കുരുട്ട് ബുദ്ധിയുള്ളത് ആർക്കാണ്? പറഞ്ഞെടുത്തേ. എന്ത് കാണിച്ചാലും പിടിക്കും. ഞാൻ എന്ത് ചെയ്താലും അവള് പിടിക്കും. അപ്പൊ ഞാൻ ഒരാളിനെ ഫോളോ ചെയ്ത് അറിയാണ്ട് കൈതട്ടി ഫോളോ ചെയ്തിട്ടുണ്ടാവും. അത് ഞാൻ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ അവൾ അറിഞ്ഞിട്ട് ചോദിക്കും. അതുപോലെ തന്നെ ഞാൻ അറിയാണ്ട് നമ്മളിങ്ങനെ റീൽസ് കാണുമ്പോ ലൈക്ക് ഒക്കെ കൊടുക്കില്ലേ, നീ എന്തിനാണ് അവളുടെ വീഡിയോക്ക് ലൈക്ക് ചെയ്തത്? ഞാൻ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. അതൊക്കെ ഫുൾ കുരുട്ട് ബുദ്ധിയല്ലേ പറഞ്ഞ. പിന്നെ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം, എന്തെങ്കിലും ഒരു ഫോൾട്ട് പറ്റിക്കഴിഞ്ഞാൽ അത് ആലോചിച്ച് വെച്ച് അത് അങ്ങനെ അതൊക്കെ അങ്ങനെയൊക്കെ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, വൃത്തിയില്ലാത്ത ആളാരാണ്?
കുളിക്കാതപ്പോ തന്നെ മനസ്സിലായില്ലേ വൃത്തിയില്ല. നല്ല വൃത്തിയൊക്കെ ഉണ്ട്. റൂമൊക്കെ ഇങ്ങനെ അടക്കി ഒതുക്കി വെക്കോ? ഇല്ല ഇല്ല. ആ കവി വന്നപ്പോഴല്ലേ അതൊക്കെ ചെയ്യണേ. അത് അവള് ഇത്തിരി അങ്ങനെ മറ്റേ അടക്കി ഒതുക്കി വെക്കുക അങ്ങനെയൊക്കെ അതൊക്കെ ചെയ്യും. അപ്പൊ കുക്ക് ചെയ്യണതിന് പ്രശ്നമില്ല കേട്ടോ. അപ്പൊ കുക്ക് ചെയ്യണതിന് പ്രശ്നമില്ല. ഒരാൾ അടക്കി ഒതുക്കി ഒരാള് കുക്ക് ചെയ്യാ അല്ലേ? കേട്ടോ കുക്ക് അമ്മ ചെയ്യും. ഏറ്റവും നന്നായി ചീത്ത പറയുന്ന ആളാണ്. അയ്യോ ചീത്ത വിളിക്കോ? ചീത്ത വാക്ക് വിളിക്കുന്നൊന്നുമില്ല, ചീത്ത പറയും. ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഞാൻ ചീത്ത വിളിക്കും. അയ്യേ പോത്തിന്റെ തോലാണ്. ഇവളിങ്ങനെ ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് ഇങ്ങനെ വിളിക്കും. ഇവള് അതൊരു പ്രശ്നമുണ്ട്. ഞാൻ കഷ്ടപ്പെട്ട് ഒരു മണിക്കൂറൊക്കെ ഇരുന്ന് അങ്ങനെ ചെയ്തില്ല, നീ എന്തെങ്ങനെ അങ്ങനെ 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 പറയും. തട്ടുകയല്ല, തട്ടാൻ വേണ്ടിട്ട് പറയും. തട്ടുകയല്ല, ഇതുവരെ തട്ടിയിട്ടില്ല. പിന്നെ മുമ്പ് മറ്റേ ഫോൺ വിളിക്കില്ലേ, അപ്പൊ എന്തെങ്കിലുമൊക്കെ കാര്യം ഞാൻ ഇങ്ങനെ മേലെ മേലെ പറയും. അവള് ഇങ്ങനെ അങ്ങനെ സൈലന്റ് ആയിട്ട് ഒതുക്കിക്കളെ. ചീത്ത പറയുമ്പോ പ്രത്യേകിച്ച് ചീത്ത ഒന്നും കേൾക്കുകയില്ല, മൈൻഡേ ചെയ്യില്ല. ഭയങ്കര അവള് തിരിച്ചു പറയുമ്പോ ഞാൻ കറക്റ്റ് ആയിട്ട് റിപ്ലൈ കൊടുക്കണം. ഞാൻ അവള് ചീത്ത പറയുമ്പോ അവള് റിപ്ലൈ തരില്ല. പറഞ്ഞത് വിഷമ അഭിനയിക്കും, ഞാനത് ചെയ്യില്ല, അതാണ് വ്യത്യാസം. അപ്പൊ നമ്മൾ പറഞ്ഞതിന് ഒന്നും അർത്ഥമില്ലാണ്ടായി പോകും. ഇത്ര വളവളാന്ന് പറഞ്ഞിട്ട് അവള് മൈൻഡ് ചെയ്യാണ്ടിരിക്കും. ഏറ്റവും നല്ല വായി നോക്കി ആരാണ്? പിന്നെ ഒരു വായ നോക്കിയത് പിടിച്ചിട്ടുള്ള സിറ്റുവേഷൻ. ഇപ്പൊ ഞാൻ പിന്നെ അങ്ങനെ അധികം മൈൻഡ് ചെയ്യലില്ല. ആദ്യമൊക്കെ അങ്ങനെ പിന്നെ നല്ലപോലെ വായ നോക്കിട്ട് ഇങ്ങനെ നൈസായിട്ട് എന്നെ നോക്കും, ഞാൻ കാണുന്നുണ്ടോന്ന്. എല്ലാവരും നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ എല്ലാം കാണലുണ്ട്, പിന്നെ കൊറേ ഒന്നും കണ്ടില്ല എന്ന് വിചാരിക്കും. അപ്പൊ കാവ്യ കണ്ടു എന്ന് പറയുമ്പോ എന്താ സിറ്റുവേഷൻ? അടുത്തത് ഉറക്കത്തിൽ കൂർക്കം വലിക്കുന്നത് ആരാണ്? കൂർക്കം വലിക്കില്ല, സംസാരിക്കും. എന്തൊക്കെയോ പറയും. അപ്പൊ അടുത്തിടക്ക് പേടിച്ചിട്ടുണ്ടോ അങ്ങനെ? അല്ല, ഒരു വട്ടം ഉറക്കത്തിൽ ഇങ്ങനെ തല്ലിയുണ്ട്. അത് ഉറക്കത്തിലല്ല, അത് എനിക്ക് തന്നെ ഒരു ഇതുണ്ട്. ഞാൻ പേടിച്ചു പോയി, ഞാൻ ശരിക്കും കൈ മടക്കി ഇടിച്ചു ഉറക്കത്തില്. പക്ഷെ നമ്മളിപ്പ ഇടിച്ചു ശരിക്കും. പറ്റിയ ചോദിച്ചാ ഞാൻ അപ്പൊ തന്നെ അയ്യോ സോറി എന്ന് പറഞ്ഞു. ഞാൻ എന്റെ വണ്ടിയിൽ ആരോ എന്താ കേട് കാണിക്കായിരുന്നു, അത് ആലോചിച്ച് ഇടിച്ചാണ്. അല്ല വണ്ടിക്ക് അങ്ങനെയല്ല, അതെന്തോ എന്റെ കൂട്ടുകാരൻ തന്നെ ആയിരുന്നു. അവൻ എന്റെ വണ്ടിന്റെ ഹെഡ്ലൈറ്റിൽ പെയിന്റ് അടിക്കുന്നു. വേണ്ട വേണ്ട പറഞ്ഞു 2 പ്രാവശ്യം കേട്ടില്ല, ഇടിച്ചു കൊണ്ടത് കൊടുക്കാൻ. നോട്ടിനെസ് ആർക്കാണ്? ഏറ്റവും നോട്ടിനെസ് ആർക്കാണ്? എന്താണ് നോട്ടിനെസ്? അങ്ങനെയൊന്നുമില്ല, ഞാൻ കുറച്ച് നോട്ടിയാണ്. നോട്ടിനെസ് എന്താന്ന് പറഞ്ഞു തരണം. അങ്ങനെ പറയലൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. വെറുതെ വിളിക്കാണോ? അല്ല, അവളല്ലാത്തോണ്ട് ഞാൻ പറഞ്ഞു. ഓക്കെ ശരി, ഞാൻ ചോദിക്കണില്ല. ഏറ്റവും റൊമാൻറ്റിക് ആരാണ്? റൊമാൻറ്റിക് ഞാനാ. പിന്നെ ഞാനും പക്ഷെ ഇത്തിരി ഇത്തിരി റൊമാൻറ്റിക്കും. കല്യാണം കഴിഞ്ഞതിനെ കുറിച്ച് നോക്കാം. വരാം. പക്ഷെ കല്യാണം കഴിഞ്ഞ മുന്നേ തീരെ റൊമാൻറ്റിക് ആയിരുന്നില്ല. എന്താന്ന് എനിക്കും അറിയില്ല. അടുത്തത് ഏറ്റവും നല്ല ഗായകൻ ഒരു ഗായിക ആരാണ്? രണ്ടാളും പാടില്ല. ഇവള് നല്ലോണം ലിറിക്സ് തെറ്റിപ്പാടി കറക്റ്റ് ആയിട്ട് പാടാന്ന് വിചാരിച്ച് തെറ്റിപ്പാടും. കറക്റ്റ് ആയിട്ട് പാടാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എല്ലാ പാട്ടും പാടാറുണ്ട്. വണ്ടിയിലൊക്കെ വരുമ്പോ ഇങ്ങനെ പാടും, ഫുള്ള് തെറ്റാണ്. റെക്കോർഡ് ചെയ്ത് കേൾപ്പിച്ചു കൊടുത്താലേ അറിയുള്ളൂ. ഇവൻ പാടുന്നല്ലടാ. ഇല്ലേട്ടാ, ഞാൻ പാട്ട് പാടുമോ? പോടി
പാട്ട് Sorry. ഏറ്റവും നല്ല പുച്ഛിസ്റ്റാണ്. ഏതൊരു പുച്ഛാണ്? പുച്ഛമില്ല. പുച്ഛമില്ല. ഇല്ല, അങ്ങനെ പുച്ഛൊന്നും ആർക്കില്ല. ഓക്കെ, അടുത്തത് മണ്ടത്തരങ്ങൾ ഏറ്റവും അധികം ഒപ്പിക്കുന്നത് ആരാണ്? ഒരു വലിയ മണ്ടത്തരത്തെ പറ്റി. മണ്ടത്തരം കൊറേ മണ്ടത്തരം ആലോചിക്കട്ടെ, ഒരു മിനിറ്റ്. ഒന്നുമില്ല. അടുത്ത ക്വസ്റ്റ്യൻ. രണ്ട് ഞാൻ പിന്നെ പറയും. ഓക്കെ ഓക്കെ, ഈ ഇന്റർവ്യൂവിന് ശേഷം വഴക്കടിക്കാൻ സാധ്യത ആരാണ്? ചെലപ്പോ ഇവളായിരിക്കും. ഞാൻ എന്തായാലും ചാൻസ് ഇല്ല, ചില കാരണങ്ങൾ കൊണ്ട് ഇവളായിരിക്കും. ആണോ? എന്താണ് കാണിക്കുന്നത്? ഇല്ല, ഇല്ലായിരിക്കും. ഇല്ലായിരിക്കും. ഓക്കെ, ഈ സെഗ്മെന്റ് എങ്ങനെ ഉണ്ടായിരുന്നു? കമ്പാറ്റബിലിറ്റി ഉണ്ടോ നിങ്ങൾക്ക്? കൊഴപ്പില്ല അല്ലേ? കുഴപ്പമില്ല, അത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ, എങ്ങനെയാണ് നമ്മുടെ കമ്പ്യൂട്ടർ ജി പറയുന്നത്? താങ്ക് യു. അപ്പൊ ഈ സെഗ്മെന്റ് കഴിഞ്ഞു. ബൈ ബൈ. ബൈ. അവതരിപ്പിക്കുന്നു പെപ്സോണം പൊന്നോണം ഓഫർ. പെപ്സ് ദി ഡ്രീം മേക്കേഴ്സ്.